السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ-ഹാഫിദുൻ നവവി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള അൽ-അർബഊന നവവിയയിലെ 35-ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാനുള്ളത്. മുസ്ലിമീങ്ങൾ പരസ്പരം കാണിക്കേണ്ട ദീനിയായ സാഹോദര്യത്തെക്കുറിച്ചും അവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ ബന്ധങ്ങളെക്കുറിച്ചും അറിയിക്കുന്ന ഒരടിസ്ഥാനം പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് 35-ാമത്തെ ഈ ഹദീസ്. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസ് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഹദീസ് ഇപ്രകാരമാണ്: അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ തഹാസദു വലാ തനാജശു വലാ തബാഗളു വലാ തദാബറു വലാ യബിഅ ബഅ്ളുകും അലാ ബഅ് വലാ യബിഅ ബഅ്ളുകും അലാ ബൈഇ ബഅ്ളിൻ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന المسلم أخو المسلم لا يظلمه ولا يخذله ولا يكذبه ولا يحقره التقوى ها هنا ويشير إلى صدر الشريف 3 مرات بحسب امرئ من الشر أن يحقر أخاه المسلم كل المسلم على المسلم حرام دمه وماله وعرضه رواه مسلم. ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന, ഒരുപാട് കാര്യത്തെ തൊട്ട് അന്യായങ്ങളെ തൊട്ട് ഒരു മുസ്ലിമിനെ താക്കീത് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഇതൊരാൾ അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഏറ്റവും മനോഹരമായ ഇസ്ലാമിക സ്വഭാവം അവൻ്റെ ജീവിതത്തിൽ പ്രകടമായിട്ട് കാണാൻ സാധിക്കും. ഒരാൾക്ക് അവനോട് അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റ അടുപ്പവും ഉണ്ടായിരിക്കുന്നതായിരിക്കും. മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുവരുന്ന പല വഴക്കുകൾക്കും അക്കാണങ്ങൾക്കും അറുതി തീർച്ചയായും ഉണ്ടാകുന്നതാണ്. കാരണം അത്രയും മനോഹരമായ ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ വാക്കുകളുടെ അതിൻ്റെ അർത്ഥം ഒന്ന് ഓടിച്ചു വായിച്ചതിന് ശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല. വലാ തനാജഷു, അതൊരു കച്ചവട ഇടപാടാണ്. ഇൻഷാ അല്ലാഹ് അത് വഴിയെ വിശദീകരിക്കുമ്പോഴാണ് മനസ്സിലാക്കുക. അത് ചെയ്യരുത് എന്നാണ്. വലാ തബാഗളു, നിങ്ങൾ പരസ്പരം വെറുക്കാൻ പാടില്ല. വലാ തദാബറു, നിങ്ങൾ പരസ്പരം തെറ്റി തിരിഞ്ഞു പോകാൻ പാടില്ല. വലാ യബിഅ ബഅ്ളുകും അലാ ബൈഇ ബഅ്ളിൻ, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളുടെ കച്ചവടത്തിന്മേൽ കച്ചവടം ചെയ്യാൻ പാടില്ല. വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇബാദുകളായി, അടിമകളായി, സഹോദരങ്ങളായി നിങ്ങൾ കഴിയുക. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവനെ ആക്രമിക്കുകയില്ല. വലാ യഖ്ദുലുഹു, അവനെ കൈയൊഴിയുകയില്ല. വലാ യക്ദിബുഹു, അവനോട് കള്ളം പറയുകയില്ല. വലാ യഹ്ഖിറുഹു, അവനെ നിസ്സാരനായി കാണുകയില്ല. അത്തഖ്വ ഹാഹുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ ഇവിടെയാണ്. സ്വഹാബി പറയുന്നുണ്ട്, വയുശീറു ഇലാ സദ്രിഹി ഷരീഫ് 3 മറാത്ത്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഹൃദയത്തിലേക്ക് അവിടുന്ന് ഇങ്ങനെ കാണിച്ചിട്ട് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത്തഖ്വ ഹാഹുന അത്തഖ്വ ഹാഹുന അത്തഖ്വ ഹാഹുന. എന്നിട്ട് പറഞ്ഞു, ബിഹസബി ഇംറിഇൻ മിനശ്ശർരി, ഒരു മനുഷ്യന് തിന്മയായിട്ട് തന്നെ മതി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, തൻ്റെ മുസ്ലിമായ സഹോദരനെ നിസ്സാരനായി കാണുക എന്നുള്ളത്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമൻ, എല്ലാ മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ നിഷിദ്ധമാണ്. ദമുഹു, അവൻ്റെ രക്തം, വമാലുഹു, അവൻ്റെ സമ്പത്ത്, വഇർലുഹു, അവൻ്റെ അഭിമാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിൽ പറയുന്നുണ്ട്. ഓരോന്നും വളരെ സൂക്ഷ്മമായി പഠിക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണോ, ആ വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ, നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മളിൽ ഒന്നുമില്ല എന്നുള്ളത് ഒറ്റയടിക്ക് നമ്മളങ്ങ് തീരുമാനിച്ചു കളയാൻ പാടില്ല. നോക്കൂ, ഒന്നാമത്തെ കാര്യം അവിടുന്ന് പറയുന്നത് ലാ തഹാസദു എന്നാണ്. ലാ തഹാസദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല എന്നാണ്. ഒരാൾ മറ്റൊരാൾക്ക് നേരെ അസൂയ വെക്കാൻ പാടില്ല, അവൻ ഇങ്ങോട്ടും അസൂയ വെക്കാൻ പാടില്ല. എന്താണ് അസൂയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ? അസൂയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ അതിനെ വിവരിച്ചിട്ടുള്ളത് അതിപ്രകാരമാണ്: ഹുവ കറാഹിയത്തു നിഅമത്തില്ലാഹി അസ്സ വജൽ അലൽ ഗൈർ, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾക്ക് നൽകിയ അനുഗ്രഹത്തെ തൊട്ട് ഇവനുണ്ടാകുന്ന ഒരു വെറുപ്പ്, ഒരു ചൊറിച്ചിലാണ് അസൂയ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചാൽ അതാണ്.
ഒരാൾക്ക് മറ്റൊരാളുടെ സൗന്ദര്യത്തിൽ, മറ്റൊരാളുടെ അറിവിൽ, മറ്റൊരാളുടെ സമ്പത്തിൽ, മറ്റൊരാൾക്ക് ലഭിച്ചിട്ടുള്ള സമൂഹത്തിലുള്ള ഉന്നത സ്ഥാനമായ എന്തെങ്കിലുമൊക്കെ സ്ഥാനം അലങ്കരിക്കുന്നതിൽ മറ്റൊരാൾക്ക് അസൂയ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇതാണ് കറാഹിയത്തു നിഅമത്തില്ലാഹി അസ്സ വജൽ അലൽ ഗൈർ. അള്ളാഹു നൽകിയതാണ് മറ്റുള്ളവർ, അത് അവൻ സ്വന്തമായി നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അവൻ്റെ സൗന്ദര്യമാകട്ടെ, അവൻ്റെ സമ്പത്താകട്ടെ, അവൻ്റെ അധികാരമാകട്ടെ, അവന് ലഭിച്ച എന്താകട്ടെ, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, എന്തൊരു നിഅമത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ അതിനോടൊരു വെറുപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അസൂയ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതിനെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇതിനെ 4ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അസൂയ അത് വളരെ മോശപ്പെട്ട അസൂയ മുതൽ വളരെ ഏറ്റവും ചെറുതെന്ന് പറയപ്പെടാവുന്ന രീതിയിൽ 4 അസൂയ ഉണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് ഏറ്റവും താഴെ നിൽക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, അൻ യക്റഹ നിഅമത്തല്ലാഹി അലാ ഗൈരിഹി മിൻ ഗൈരി അൻ യതമന്ന സവാലുഹ. മറ്റൊരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അനുഗ്രഹത്തിന് ഇവന് വെറുപ്പുണ്ടാവുകയാണ്. എന്നാൽ അത് നീങ്ങിപ്പോകണമെന്ന ആഗ്രഹമൊന്നും ഇവനില്ല, അത് അവനിൽ നിന്ന് നീങ്ങിപ്പോകണം എന്നില്ല. പക്ഷെ അതിനോടൊരു വെറുപ്പ്, ഇഷ്ടമല്ല. അവന് ലഭിച്ചിട്ടുള്ള സൗന്ദര്യത്തിൽ, അവൻ ലഭിച്ചിട്ടുള്ള സമ്പത്തിൽ, അവൻ ലഭിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ നിലക്കുള്ള സമൂഹത്തിലുള്ള ഒരു നിലയിലും വിലയിലും ഇവന് തൃപ്തിയില്ല, ഇവന് വെറുപ്പാണ്. അതിനോട് ഒരു നിലക്കും ഇവന് ഇഷ്ടമല്ല, അത് വെറുപ്പാണ് ഇവനുള്ളത്. എന്നാൽ ഇവനത് അവനിൽ നിന്ന് നീങ്ങിപ്പോകണമെന്നുള്ള ഒരു ചിന്തയൊന്നും അവനില്ല. ഇത് വിലക്കപ്പെട്ട അസൂയ തന്നെയാണ്, പക്ഷേ അതിലേറ്റവും താഴെയുള്ള ഒന്നാണ് എന്ന് മാത്രം. രണ്ടാമത്തത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയുന്നു, വഹിയ അഖ്ബസു മിനൽ ഊല, അത് ഒന്നാമത്തതിനേക്കാളും മോശമായതാണ്. വഹിയ അൻ യക്റഹ നിഅമത്തല്ലാഹ് അസ്സ വജൽ അലാ ഗൈരി, ആദ്യത്തവനെ പോലെ തന്നെ മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ വെറുക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം വയതമന്ന ജവാലഹ വൻതിഖാലിഹ ഇലൈഹ, അത് അവനിൽ നിന്ന് നീങ്ങാനും അതെനിക്ക് കിട്ടാനുമാണ് ആഗ്രഹിക്കുന്നത്. അവന് ഉണ്ടാവരുത്, അവന് കിട്ടിയ സമ്പത്ത് അവനിൽ നിന്ന് നീങ്ങിയിട്ട് എനിക്ക് കിട്ടണം, ആ സമ്പത്ത് അവന് കിട്ടിയ അധികാരം അതെനിക്ക് കിട്ടണം എന്ന് മറ്റുള്ളവനിൽ അങ്ങനെയുള്ള മോശം ചിന്ത ഉണ്ടാക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ രണ്ടാമത്തെ രീതി. അപ്പം ആദ്യത്തേതിൽ നിന്നും ഇതിലുള്ള വ്യത്യാസം, ആദ്യത്തെ ആൾ മറ്റൊരാളിൽ നിന്നും അത് നീങ്ങാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അത് വെറുക്കുന്നേ ഉള്ളൂ. ഇയാളത് നീങ്ങാൻ ആഗ്രഹിക്കുന്നു, അത് ഇയാൾക്ക് ലഭിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു അസൂയുണ്ട്. മൂന്നാമത്തെ മർത്തബ വഹിയ അഖ്ബസു മിനല്ലതി ഖബലഹ, അത് തൊട്ടു മുമ്പിൽ പറഞ്ഞതിനേക്കാളും മോശമാണ്. വഹിയ അൻ യക്റഹ നിഅമത്തല്ലാഹി അലാ ഗൈരി, ആദ്യത്തെ രണ്ടതിലും പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾക്ക് നൽകിയ അനുഗ്രഹത്തിനോട് ഒരു വെറുപ്പുണ്ട്, അതാണ് അസൂയ അടിസ്ഥാനം. അതാണ് വയതമന്ന സവാലഹ മിൻ ഗൈരി അൻ യതമന്ന അൻ തൻതഖില ഇലൈഹി, എന്നിട്ട് അത് അവനിൽ നിന്നും നീങ്ങാൻ ആഗ്രഹിക്കുന്നു. അത് ഇവന് കിട്ടുമൊന്നും വേണ്ട, അവനിലൊന്ന് ഇല്ലാതെന്നാൽ മതി. അതായത് അവനൊരു ഷർറുണ്ടായാൽ മാത്രം മതി, അത് ഇവന് കിട്ടണമെന്ന് പോലും ആഗ്രഹമില്ല. അതായത് ഇവൻ പോലും ആഗ്രഹിക്കുന്നില്ല, ഇവനിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും ഇല്ല. അവനത് കിട്ടരുത്, അവനിൽ നിന്ന് അങ്ങനെ നീങ്ങണം. എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടത് അവന് കിട്ടരുത് എന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവം. തൊട്ടു മുമ്പുള്ളത് ഇവന് കിട്ടാനെങ്കിലും ആഗ്രഹിച്ചിട്ടാണ് അവനിൽ നിന്ന് നീങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇവൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന പോലും ഇല്ല, മറിച്ച് അവനിൽ എങ്ങനെയെങ്കിലും ഒന്ന് നീങ്ങി കണ്ടാൽ മതി, അവനിൽ ആ സ്വഭാവം, ആ ഒരു ഗുണം ഉണ്ടാകരുത് എന്നുള്ള വളരെ മോശപ്പെട്ട ഒരു ദുശ്ചിന്ത. ഇതാണ് മൂന്നാമത്തേത്. നാലാമത്തത് ഏറ്റവും മോശപ്പെട്ടത് വഹിയ അഖ്ബസുൽ മറാത്തിബ്, ഈ പറയുന്ന പദവികളിൽ ഏറ്റവും മോശപ്പെട്ടത് ഇതാണ്. വഹിയ അൻ യക്റഹ നിഅമത്തല്ലാഹി അസ്സ വജൽ അലാ ഗൈരി, മൂന്നിലും പറഞ്ഞതുപോലെ തന്നെ മറ്റൊരാൾക്കുണ്ടാകുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ ഒരു വെറുപ്പ്. വയതമന്ന ജവാലഹ, തൊട്ടു മുമ്പിൽ പറഞ്ഞതുപോലെ തന്നെ അത് നീങ്ങാനുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ വയസ്ആ ഫീ സവാലിഹ ബിലിസാനിഹി ഔ ബിഫിഅലിഹി വൽഇയാദു ബില്ലാഹ്, അല്ലാഹുൽ അഭയം. കാരണം ഇവൻ അതോടൊപ്പം തന്നെ അത് നീങ്ങാനുള്ള പണി ഇവൻ്റെ നാവ് കൊണ്ടും ഇവൻ്റെ പ്രവർത്തനങ്ങളും കൊണ്ടും പണിയെടുക്കുന്നുണ്ട്. നേരത്തെ കേവല ആഗ്രഹങ്ങൾ മാത്രമാണ് ഈ രണ്ടിലും മൂന്നിലും പറഞ്ഞത്. മറ്റുള്ളവൻ്റെത് അത് മാറിയിട്ട് എനിക്ക് കിട്ടണം. മൂന്നാമത്തതിൽ അവൻ്റെ നശിച്ചാൽ മതി, ഈ മനസ്സിലുള്ള ആഗ്രഹമാണ്. ഇതല്ല, അസൂയയോടൊപ്പം ഈ പണി കൂടി എടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവന് ഒരു മോശം ഉണ്ടാക്കി കൊടുക്കുക, അവനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മോശം ഇമേജ് ഉണ്ടാക്കുക, അവൻ്റെ ആ പറയുന്ന സമ്പത്തോ അവൻ എന്താണോ ലഭിച്ചുള്ള നിയമത്ത് അതില്ലാതാക്കാനുള്ള ഇവനാൽ കഴിയുന്ന പണിയൊക്കെ എടുക്കും. നാവ് കൊണ്ടും അവൻ്റെ അവയവങ്ങൾ കൊണ്ടും ഒക്കെ സഹോദരങ്ങളെ പണിയെടുക്കും. ഇത് മോശപ്പെട്ട കാര്യമാണ്. ഇതിലൊന്നും ഒരു നിലക്കുള്ള ഈ പറയപ്പെട്ട 4 പദവിയിൽ ഒന്നും സഹോദരങ്ങളെ നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിനെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളെ കൂടെ നടക്കുന്ന ഒരാൾക്ക്, നമ്മളോടൊപ്പമുള്ള ഒരാൾക്ക് നമ്മളെക്കാൾ എന്തെങ്കിലുമൊക്കെ ഒരു നിലക്ക് ഒരു ഖൈറ് ലഭിക്കുമ്പോൾ നമുക്കത് അതിനോടൊരു വെറുപ്പാണോ നമുക്ക് തോന്നുന്നത്, നമ്മൾ ശരിക്കും ചിന്തിക്കണം അല്ലേ. പെട്ടെന്ന് ഒരാൾക്ക് വലിയ നിലക്കുള്ളൊരു സമ്പത്ത് ഉണ്ടാവുക, വലിയ നിലക്കൊരു ലാഭം ഉണ്ടാവുക. ചിലപ്പോൾ ഇന്നലെ വരെ അയാൾ നമ്മളെപ്പോലെ ഒരു സാധുവായിരിക്കും, പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കാണാം അയാൾക്ക് വലിയ നിലക്കുള്ള സമ്പത്തൊക്കെ വന്നു, അയാൾ വലിയ നിലക്കുള്ള ഒരു രീതിയിലൊക്കെ മാറ്റം വന്നു. അപ്പം നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ഇതിനോടൊരു വെറുപ്പാണ് ഉള്ളത്.
ഇത് ഇയാൾക്ക് കിട്ടേണ്ടില്ലായിരുന്നു, അയാൾക്കൊക്കെ അങ്ങനെ കിട്ടിയത്, അങ്ങനെയൊക്കെയുള്ള ചിന്ത, അസൂയൻ്റെ പിന്നിൽ അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടാവും. ഇയാൾക്ക് എന്ത് യോഗ്യതയാണ് ഇയാൾക്കൊക്കെ അങ്ങനെ കിട്ടുന്നത്? അതിനോട് നമുക്കൊരു വെറുപ്പ്. യഥാർത്ഥത്തിൽ ശരിക്കും ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ കലാഖദറുമായി ഇത് ബന്ധമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അസൂയക്കാരൻ യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ ഖദറിൽ തൃപ്തിപ്പെടാതിരിക്കുകയല്ലേ. കാരണം അള്ളയാണ് തീരുമാനിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചത് കൊണ്ടാണ് അവന് കിട്ടിയത്. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനത്തിന് പുറത്തുപോയി പരിശ്രമിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ലല്ലോ. അപ്പോൾ അള്ളാഹിൻ്റെ ഖദറിനോടുള്ളൊരു അതൃപ്തി യഥാർത്ഥത്തിൽ ഈ അസൂയക്കാരനുണ്ട്. അപ്പം അത് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതാണ്. കാരണം നമുക്ക് നമ്മുടെ മനസ്സിൽ ഇവനത് കിട്ടേണ്ടതല്ല, ഇവൻ്റെ നീങ്ങണം. അതിലേറ്റവും മോശപ്പെട്ടതാണ് ഈ അവസാനം പറഞ്ഞത്. അങ്ങനെ ഒരാൾ കിട്ടിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ അത് അവനിൽ ഇല്ലാതിരിക്കാനുള്ള പണിയൊക്കെ എടുക്കുക. ഇത് വലിയ അപകടമാണ്. ഈ അസൂയ ഇത് ചിലപ്പോൾ കൊലപാതകങ്ങളിലേക്ക് എത്തിയേക്കാം, ചിലപ്പോൾ വലിയ കലാപങ്ങളിലേക്ക് എത്തിയേക്കാം, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിയേക്കാം. അതിൻ്റെ മുളയിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നുള്ളിക്കളയാനാണ് പറയുന്നത്. അങ്ങനെ അസൂയ വെക്കരുത്. അസൂയക്കാരൻ അത് എപ്പോഴും അതിൽ നിന്നും അതിന് ചികിത്സ തേടേണ്ടത് അവൻ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടാണ്, ഇത് അള്ളാഹു അല്ലേ നൽകിയത്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതാണ്, എനിക്കെങ്ങനെ വെറുക്കാൻ പറ്റും? അള്ളാഹു സുബ്ഹാനഹു വതആല അവന് കൊടുത്തിട്ടുള്ളതാണ്, അതിന് എനിക്കൊരിക്കലും വെറുക്കാൻ പാടില്ല. മറിച്ച് എൻ്റെ ഒരു സഹോദരൻ ഒരു നന്മ കിട്ടിയാൽ അത് സന്തോഷിക്കേണ്ടവനാണ് ഞാൻ, ഞാൻ ഒരിക്കലും അവനെ എന്ത് ചെയ്യാൻ പാടില്ല, അവനത് ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. എന്നാൽ ശരീഅത്തിൽ വിലക്കാത്ത ചില അസൂയയുണ്ട്. അതിന് പേരിന് അസൂയ എന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ആ നിലക്കുള്ള അസൂയയല്ല. എന്നാൽ ഹദീസിൽ അതിന് അസൂയ എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസദ് എന്നുള്ള വാക്ക് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മറ്റൊരാൾക്ക് കിട്ടിയൊരു കാര്യം എനിക്ക് കിട്ടണമെന്നുള്ള ഒരു ചിന്ത അതിലുണ്ട്. പക്ഷെ എന്താണ് ആ പറഞ്ഞ പ്രശ്നമില്ലാത്ത എന്നാൽ അത് നല്ലതാണെന്ന് പറഞ്ഞ അസൂയ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ലാ ഹസദ ഇല്ലാ ഫിസ്നൈൻ, രണ്ട് കാര്യത്തിൽ അസൂയ ഇല്ല. അതായത് രണ്ട് കാര്യത്തിൽ അസൂയ നിങ്ങൾക്ക് അനുവദനീയമാണ്. എന്താണത്? റജുലുൻ ആതാഹുല്ലാഹു മാല, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്തേകി, ഫസല്ലതഹു അലാ ഹലകതിഹി ബിൽ ഹഖ്, അവൻ സത്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതങ്ങനെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വറജുലുൻ ആതാഹുല്ലാഹു ഹിക്മ, വേറൊരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തിട്ടുണ്ട്? ഹിക്മത്ത് നൽകി. ഫഹുവ യഖ്ലി ബിഹാ വയുഅല്ലിമുഹ, ഇവിടെ ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അവൻ എന്ത് ചെയ്യാണ്, അതുകൊണ്ട് അവൻ വിധികളൊക്കെ വിധിക്കുന്നു, ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കൃത്യമായ തീരുമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, ജനങ്ങളൊക്കെ നന്മ പഠിപ്പിക്കുന്നു. ഈ രണ്ട് ആൾക്കാരോട് നമുക്ക് അസൂയ ഉണ്ടാകാമെന്നാണ്. എന്താണ് ഇവിടെ പറയുന്ന അസൂയ? ഹദീസുകളിൽ വിശദീകരണം വരുന്നുണ്ട്. ഇവിടെ പറയുന്ന അസൂയ നമുക്കും ഇതേപോലെ ആകാൻ സാധിക്കണമെന്നുള്ള അസൂയ, അതല്ലാതെ അവനിൽ ഉണ്ടാകുന്ന ഈ കാര്യങ്ങൾ ഒരു തരിമ്പ് പോലും അവൻ നീങ്ങിപ്പോകാനുള്ള ചിന്ത അവനില്ല. ഈ പറയുന്ന വ്യക്തിയെ പോലെ അത് വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു വലിയൊരു സമ്പന്നൻ, അയാൾ ഇങ്ങനെ പാവങ്ങളെയൊക്കെ സഹായിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ആഗ്രഹം, അള്ളാഹു എനിക്കും ഇങ്ങനെ നൽകിയിട്ടുണ്ട്, എനിക്കും ഇങ്ങനെ ഒരുപാട് കൊടുക്കാമായിരുന്നു. യഥാർത്ഥത്തിൽ ആ നീയത്ത് അത് ശക്തമായ ആത്മാർത്ഥമായ നീയത്താണെങ്കിൽ ഈ സമ്പത്തില്ലെങ്കിൽ കൂടി ഇയാൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിനുള്ള പ്രതിഫലം ഇയാൾക്ക് ലഭിക്കുന്നതാണ്. കാരണം ഇയാളുടെ മനസ്സിൽ അങ്ങേറ്റ ആഗ്രഹമുണ്ട്. ഒരുപാട് സാധുക്കളൊക്കെ കാണുമ്പോൾ ഇന്ന ആൾക്കാർക്കൊക്കെ കിട്ടിയതുപോലെ എനിക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവർക്കൊക്കെ കൊടുക്കാമായിരുന്നല്ലോ, ഇയാൾക്കൊക്കെ സഹായിക്കാമായിരുന്നല്ലോ എന്ന ആത്മാർത്ഥമായ ചിന്ത അത് നല്ലതാണ്. അത് അയാൾക്കുള്ളതുപോലെ എനിക്ക് ഉണ്ടാകുക എന്നുള്ളൊരു രീതി അവിടെ ഉള്ളത് കൊണ്ടാണ് അതിന് അസൂയ എന്ന് പേര് പറയപ്പെട്ടത്. അതല്ലായെങ്കിൽ അസൂയയുടെ അടിസ്ഥാനപരമായ ആ മോശം സ്വഭാവം, മറ്റൊരാൾക്കുള്ള നിയമത്തിൽ വെറുപ്പ്, അതിലില്ല, അതിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ അത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പദവിയിലുള്ളൊരു അസൂയയിൽ തന്നെ അത് പെടുന്നതാണ്. രണ്ടാമത് ഇൽമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അപാരമായ അറിവ് അത് കാണുമ്പോൾ എനിക്കും ആ അറിവ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാം, ആളുകൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം, അല്ലെ, ആളുകൾക്കൊക്കെ നന്മ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെ കൊണ്ട് കിട്ടുന്ന ഖൈറുകൾ ഉണ്ടാകും. അപ്പം ആ നിലക്ക് ആഗ്രഹിക്കുക. അയാളിൽ എന്തെങ്കിലുമൊക്കെ അത് നീങ്ങിപ്പോകണമെന്നുള്ള ആഗ്രഹം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സഹോദരങ്ങൾ, ഇതിന് ഗിബ്തത്തുൻ എന്നുകൂടി ഇതിന് പേര് പറയാറുണ്ട്. ഇത് ഹസദുൽ ഗിബ്ത എന്ന് പറയും. അതായത് അയാളിലുള്ള നല്ല ഗുണം എനിക്കും കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. ഇത് മറ്റൊരു വിഷയത്തിൽ കൂടി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നല്ല അഗാധമായ പാണ്ഡിത്യം നൽകുകയാണ്. ഖുർആനിൽ നല്ല മനഃപ്പാഠം, അതിൻ്റെ തഫ്സീറുകളെ കുറിച്ചിട്ടൊക്കെ നന്നായി അറിവ്. ഇവനും ചിന്തിക്കുകയാണ്, ഇയാളെപ്പോലെ എനിക്കും ഇങ്ങനെ ഖുർആനിൻ്റെ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പകലത് പാരായണം ചെയ്ത്, രാത്രി പാരായണം ചെയ്ത്, നിസ്കരിച്ച് അങ്ങനെ ഖുർആൻ കൊണ്ട് ജീവിക്കാമായിരുന്നു, ഖുർആനിൻ്റെ അഹ്ലുൽ ഖുർആനിൻ്റെ ആളായി എനിക്ക് ഇവനെപ്പോലെ ആകാമായിരുന്നു എന്നുള്ള ചിന്ത, അത് സഹോദരങ്ങളെ അത് തെറ്റല്ല. അതിന് വിലക്കപ്പെട്ട അസൂയല്ല അങ്ങനെ മറ്റൊരാൾക്ക് ലഭിക്കുന്നത്. ഇത്
ഇങ്ങനെയുള്ള മറ്റൊരാൾക്ക് ലഭിച്ച നന്മ അയാളിൽ നിന്ന് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കാതെ അതേപോലെയുള്ള നന്മ എനിക്കും ഉണ്ടാകണം, എന്നിട്ട് എനിക്കും അതേപോലെയുള്ള നന്മ ഉണ്ടാകണം എന്നൊരാഗ്രഹിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്, അത് തെറ്റല്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് വലാ തനാജശൂ എന്നാണ്. നിങ്ങൾ നജിഷ് കച്ചവടം ചെയ്യാൻ പാടില്ല എന്നാണ്. ഇത് കച്ചവടവുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. കച്ചവടവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്താണ് ഈ നജിഷ് കച്ചവടം എന്ന് പറയുന്നത്? അത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് അത് ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കാതെ അതിൻ്റെ വില കയറ്റി പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം ലേലം വിളി എന്നുള്ളത് അറിയാം, അത് അനുവദനീയമാണ്. പക്ഷേ ഇവിടെ ഈ ലേലം വിളിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ ഒരു പാടില്ലാത്ത ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള രീതിയുണ്ട്. ഇവൻ വിളിക്കുന്നത് ഇവൻ്റെ വില കയറ്റി പറയുന്നത് വാങ്ങാനല്ല, വാങ്ങാൻ യാതൊരു ഉദ്ദേശമില്ല. ഇവൻ വിളിക്കുന്നത് അവൻ മൂന്നാലൊരു കാര്യത്തിനാണ്. ഒന്നുകിൽ ഇത് വാങ്ങുന്നവനെ ഒന്ന് ബുദ്ധിമുട്ടിക്കണം, ചിലപ്പോൾ ഇവൻ കച്ചവടക്കാരൻ്റെ ആളായിരിക്കാം, അല്ലെങ്കിൽ ഈ വാങ്ങുന്നവനോട് എന്തെങ്കിലും പ്രയാസമുള്ളത് കൊണ്ട് അവനോടൊരു വെറുപ്പുള്ളത് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. 1000 പറഞ്ഞാൽ ഇവൻ പറയും 1200, ഇവനത് 500 കിട്ടിയാൽ പോലും ചിലപ്പോൾ ഇവൻ എടുക്കൂല, പക്ഷെ 1200, കാരണം ഇവനറിയാം മറ്റവൻ എന്തായാലും ആവശ്യക്കാരനാണ്, അവൻ 1300 പറയും, അത് വീണ്ടും 1400, ഇങ്ങനെ കയറ്റി പറയാം. അങ്ങനെ അവസാനം വലിയൊരു വിലക്ക് എന്ത് ചെയ്യുക, മറ്റവൻ്റെ തലയിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ, വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ. ഇത് പാടില്ല, വിലക്കപ്പെട്ടതാണ്. ഒന്നുകിൽ ഈ വാങ്ങുന്നവനെ ബുദ്ധിമുട്ടിക്കാൻ, അതല്ലെങ്കിൽ കച്ചവടക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ ഏതെങ്കിലുമൊക്കെ നിലക്ക്, കച്ചവടക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ ഏതെങ്കിലുമൊക്കെ നിലക്ക് ഇവൻ ചെയ്തേക്കാം. അതല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും പ്രയാസമുണ്ടാകുന്ന രീതിയിൽ ചെയ്തേക്കാം. ഇത് സഹോദരങ്ങളെ ചില നിലക്ക് അത് വാങ്ങുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങനെ വില കുറച്ച് ബുദ്ധിമുട്ടിച്ച് പറയുന്നതും ഇതിൽ പെടുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നിലക്കും കച്ചവടക്കാരൻ തരാൻ പറ്റാത്ത രൂപത്തിലേക്ക് പറ്റ താഴ്ത്തി പറയുക, ഇതും പാടില്ലാത്തതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതായത് അത് അയാൾക്ക് തരാൻ പറ്റുകയില്ല, അതിനേക്കാളും ഏറെ അയാളെ ബുദ്ധിമുട്ടിക്കുക. കാരണം അയാളുടെ നിവൃത്തികേട് കൊണ്ട് ചിലപ്പോൾ എന്ത് അയാൾ തരേണ്ടി വരും, അയാളുടെ നിവൃത്തികേട് കൊണ്ട് തരേണ്ടി വരും. അപ്പം അങ്ങനെ അയാളെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ ഒരാൾ കച്ചവടം അവസാനത്തിൽ വിൽക്കുകയാണ്, അപ്പോൾ അയാൾക്ക് അത് മുതലും കൂടി കിട്ടൂല അല്ലേ. ഇപ്പോൾ രാത്രിയിൽ ഒരാളൊരു മീൻ വിൽക്കുകയാണ്, അയാൾക്ക് ചിലപ്പോൾ മുതലും കൂടി കിട്ടൂല. അപ്പം ആ നിലക്ക് അയാളിപ്പോൾ എന്തായാലും അത് വേറെ വഴിയില്ല. അപ്പം അയാളൊരു പ്രയാസപ്പെടുത്തി നമ്മളങ്ങനെ ഏറെ താഴ്ത്തി പറയുക എന്നുള്ളത് ശരിയല്ല. നല്ല കച്ചവടം, നല്ല ബാർഗൈനിങ് അല്ല, അത് മോശമാണ്. അയാളുടെ നിവൃത്തികേട് കൊണ്ട് ഒരു കച്ചവടക്കാരൻ വിൽക്കേണ്ടി വരിക, അങ്ങനെ അയാളെ പ്രയാസപ്പെടുത്തി വാങ്ങുക, ഈ രൂപത്തിൽ സഹോദരങ്ങളെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് നജിഷ് കച്ചവടമാണ്, ഇത് നജിഷ് കച്ചവടമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു നിലക്കും അങ്ങനെ ഏറ്റിപ്പറഞ്ഞ് അനാവശ്യമായി നമുക്ക് ആവശ്യമില്ലാത്ത വസ്തു ഏറ്റിപ്പറയാൻ പറ്റും. എന്നാൽ സാധാരണഗതിയിലുള്ള ലേലം അത് അനുവദനീയമാണ്. കാരണം അവിടെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അനുവദനീയമാണ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. എന്നാൽ ഇങ്ങനെ നജിഷ് കച്ചവടം ചെയ്താൽ, അങ്ങനെ ഒരു ഇടപാട് നടന്നാൽ ആ ബാത്തിലാണോ എന്നുള്ളത് പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് അങ്ങനെ ബാത്തിലാണെങ്കിൽ എന്താണ്, പിന്നെ അത് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ പൈസ നമ്മൾ തിരിച്ചു കൊടുത്ത് പൈസ തിരിച്ചു വാങ്ങി സാധനം കൊടുക്കേണ്ടി വരും. ബാത്തിലായാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ജുമാൻ്റെ 2ാം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജുമാക്ക് ഇമാം മെമ്പറിൽ കയറുമ്പോൾ ഉള്ള ബാങ്ക്, ആ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് കച്ചവടം പാടില്ല, ജുമസ്കാരം കഴിയുന്നത് വരെ കച്ചവടം പാടില്ല. അതിൻ്റെ ഇടയിൽ ഒരാൾ കച്ചവടം ചെയ്താൽ ബാത്തിലാണ്, അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് അക്കത് ശരിയാവുകയില്ല, ബാത്തിലായ കച്ചവടമാണ്. അപ്പം അതേപോലെയാണോ ഇത്? അതല്ല, തെറ്റോടുകൂടി പാപത്തോടുകൂടി ശരിയാകുന്നതാണോ ഇത് എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് പാപത്തോടുകൂടി ശരിയാകുന്നതാണ്. അതായത് ഈ വ്യക്തി പറയാണ് കുഴപ്പമില്ല, അതായത് ഏതായാലും വാങ്ങി, അപ്പോൾ 1500 വാങ്ങേണ്ടി വന്നു, കുഴപ്പമില്ല, ഞാനത് എടുത്തോളാം എന്നയാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് അത് എടുക്കാം, ബാത്തിലല്ല. എന്നാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ഹക്കുണ്ട്. എവിടെയാണ് ഈ ഹക്ക് കിട്ടുക? ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ അവിടെ ഹക്ക് കിട്ടും. ഇവൻ വെറുതെ പറഞ്ഞതാണ്, അങ്ങനെ ഏറ്റി പറഞ്ഞതാണ്, വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന വ്യക്തത ഒക്കെ വരികയാണെങ്കിൽ അതിന് അയാൾക്ക് ഹക്കുണ്ട് എന്നർത്ഥം. അതാണ് സഹോദരങ്ങളെ പറഞ്ഞത്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഇത് കച്ചവടവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറിച്ച് ഇത് നിരുപാധികം ഒരു മുസ്ലിമിനെ വഞ്ചിക്കുന്നതായ ഏത് പരിപാടിയും ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു മുസ്ലിമിനെതിരെ തന്ത്രം മെനയുക, അതായത് ഒരാവശ്യവുമില്ലാതെ ഇത്തരം എന്ത് തന്ത്രങ്ങളും ഒരാൾ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അത് ഏതുമാകട്ടെ. ഇതിനിപ്പോൾ വാടകയുടെ നിലക്കാണെങ്കിലും ശരിയൊക്കെ ഇതിൽ പെടുമെന്നാണ് പറയുന്നത്. ഒരാൾക്കൊരു വീട്, വാടകയ്ക്കുള്ള വീട്, അവിടെ കച്ചവടം ചെയ്ത് സാധനം കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഒരാൾ പറയാണ് ഇവിടെ എന്താണ് 10,000 ഞാൻ വാടക എടുക്കാം, മറ്റേ ഞാൻ 11,000 ഞാൻ വേണമെങ്കിൽ തരാം എന്ന് ആറ്റി പറയാം. എന്നിട്ട് മറ്റപ്പോൾ അയാൾ ഞാൻ 12,000 എന്നാൽ ആരാണ് കൂടുതൽ പറയുന്നത് തരാമെന്ന് പറയുകയാണെങ്കിൽ ഇയാൾ വെറുതെ ആ രൂപത്തിൽ ഏറ്റി പറയുക. അത് ഏതിലാകട്ടെ, ഏത് ഇടപാടാകട്ടെ, ഇവിടെ ബൈ എന്ന് പറയുന്നത് ഏത് വിശാലമായ അർത്ഥത്തിലാണ്, ഏത് നിലക്കുള്ള ഇടപാടാകട്ടെ
അതിലൊന്നും നമ്മൾ വാങ്ങാൻ, നമ്മൾ വാടകയ്ക്ക് എടുക്കാനൊന്നും ഉദ്ദേശിക്കാതെ വിലയേറ്റി പറയുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വലാ തബാഗലു, നിങ്ങൾ പരസ്പരം വെറുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പരസ്പരം വെറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരാളെ പരസ്പരം വെറുക്കുക എന്ന് പറഞ്ഞാൽ വെറുപ്പിന് ഒറ്റയടിക്ക് ആരംഭിക്കുന്ന കാര്യമല്ല. വെറുക്കാനുള്ള പല കാര്യങ്ങളുണ്ടാകാം. വെറുക്കുന്ന സംസാരങ്ങൾ, വെറുക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇതിലേറ്റവും പരസ്പരം വെറുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ദുനിയാവിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അതാണ് ആളുകൾ പരസ്പരം തെറ്റാനും വെറുക്കാനൊക്കെ കാരണം. നമ്മൾ സമൂഹത്തിൽ പരിശോധിച്ച് നോക്കിയാലൊക്കെ കാണാൻ പറ്റുന്നത് അങ്ങനെയാണ്. ആളുകൾ പലപ്പോഴും വെറുക്കുകയും തെറ്റുകയൊക്കെ ചെയ്യുന്നത് പ്രധാനമായും ദുനിയാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലും സ്ഥലത്തിൻ്റെ പേരിൽ, എന്തെങ്കിലും സ്വത്തിൻ്റെ പേരിൽ, എന്തെങ്കിലും കച്ചവട ഇടപാടിൻ്റെ പേരിൽ, അങ്ങനെ ഭൗതികമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പരസ്പരം പലപ്പോഴും വെറുക്കുക. അത് നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല. മുൻഗാമികൾ അവർ പറയാറുള്ളത് മന്നാഫസക അല ദുന്യ ഫഅൽഖിഹാ ലഹു, ആരെങ്കിലും നിന്നോട് ദുനിയാവിൻ്റെ വിഷയത്തിൽ മത്സരിക്കാൻ വന്നാൽ അത് അവന് തന്നെ കൊടുത്തേക്കുക. വമന്നാഫസക അലൽ ആഖിറ ഫനാഫിസ്ഹു, ആരെങ്കിലും ആഖിറത്തിൽ മത്സരിക്കാൻ വന്നാൽ നീ മത്സരിച്ചോളൂ എന്നാണ്. മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് നിലക്ക്? അവൻ കുറേ ഖുർആൻ ഓതുന്നുണ്ടാൽ എനിക്കും കുറേ ഓതണം, ആ നിലക്ക്. അല്ല അവൻ എന്തെങ്കിലുമൊക്കെ മോശം ഉണ്ടാവട്ടെ എന്നല്ല. ഒരാളെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മളെക്കാളും നല്ല അമലുകളൊക്കെ ചെയ്യുന്നതാകുമ്പോൾ അവനേക്കാളും നല്ല അമലുകൾ ചെയ്യുക എന്നുള്ള മത്സരം. എന്നാൽ ദുനിയാവിന് വേണ്ടി അങ്ങനെ മത്സരിക്കരുത് എന്നാണ്. കാരണം ഈ മത്സരിക്കുന്ന ആളുകൾക്കിടയിൽ എപ്പോഴും ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ടാകും. അത് ഏത് മേഖലയിലാകട്ടെ. അല്ല, ഓരോരുത്തർക്കും അവനവൻ്റെ മേഖലയിലുള്ളവരോടായിരിക്കും ഏറ്റവും വെറുപ്പ്, അല്ലെ അവൻ്റെ ഫീൽഡിലുള്ള ആൾക്കാരോടായിരിക്കും ഏറ്റവും വെറുപ്പ്. കാരണം ഈ മത്സരങ്ങളാണ്. ഈ മത്സരങ്ങൾ പരസ്പരം എന്ത് ചെയ്യും? വെറുപ്പിനും ദേഷ്യത്തിനൊക്കെ കാണാക്കും. അപ്പം അങ്ങനെ ഒരു മത്സര ബുദ്ധി, ആ നിലക്ക് വെറുപ്പ് സമ്പാദിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം ദീൻ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വിഷയത്തിൽ വലിയ നസീഹത്തുകൾ കൊടുക്കുന്നുണ്ട്. കാരണം ദീൻ പഠിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു ഫിത്ന എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അവരുടെ മത്സരങ്ങൾ എന്തിനായിരിക്കും? അവനേക്കാളും, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവനേക്കാളും കൂടുതൽ ഇൽമു പഠിക്കണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ, ക്ലാസ്സോടുകൂടി ഇൽമു പഠിക്കണമെന്ന ആഗ്രഹമാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ അവൻ നന്നായി അറിയപ്പെട്ടു, ഞാൻ അറിയപ്പെടുന്നില്ല. അതായത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചുണ്ടാകുന്ന ഫിത്നകളിൽ പെട്ടതാണ്. ഓരോരുത്തർ ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കും, ഇന്നയാളൊക്കെ നന്നായി അറിയപ്പെട്ടു, പക്ഷെ ഞാൻ അറിയപ്പെടുന്നില്ല. അപ്പം അറിയപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന രൂപത്തിൽ പരസ്പരം വെറുക്കുന്ന രീതി. കാരണം അത് ദുനിയാവിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്, അത് ദീനിന് വേണ്ടിയിട്ടുള്ള മത്സരമല്ല. അത് ബാഹ്യമായി തോന്നും ചിലപ്പോൾ എന്താണ് അത് ദീനിന് വേണ്ടിയിട്ടാണെന്ന് തോന്നും. പക്ഷേ ഇവൻ്റെ മത്സരം ഭൗതികമായ ഈ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്. അത് ഭൗതികമായ കാര്യമാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുക്കുന്ന കാര്യമാണ്. ആരെങ്കിലും ഇൽമ് അതിനുവേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യാതൊരു ഖൈറുകളോ അതിൻ്റെ നന്മകളോ അവനിൽ ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പം അതെല്ലാ മേഖലകളിൽ പരസ്പരം വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഇതിനൊരു മുസ്തസ്ന ഉണ്ട്, ഇതിനൊരു ഒഴികഴിവുണ്ട്, അതായത് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അത് പണ്ഡിതന്മാർ പറഞ്ഞത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ വെറുക്കുക എന്നുള്ളതാണ്. ഒരാളെയും വെറുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദീൻ്റെ അടിസ്ഥാനമല്ല. വെറുക്കേണ്ടവരെ വെറുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കാൻ പറഞ്ഞവരെ വെറുക്കണം. അള്ളാഹ്ക്ക് എന്താണോ ഏറ്റവും വെറുപ്പുള്ള കാര്യം, ആ കാര്യം ചെയ്യുന്നവരെ വെറുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വലാ തബാഗദു എന്ന് പറഞ്ഞാൽ അത് നിരുപാധികമല്ല. ഒരാളെയും വെറുക്കാതിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദീനുൽ ഇസ്ലാമിൻ്റെ ബലവത്തായ അതിൻ്റെ കണ്ണികളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹ്ക്ക് വേണ്ടി ആളുകളെ സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ആളുകളെ വെറുക്കുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പ്രവൃത്തി ഇഷ്ടമല്ലെങ്കിൽ, അള്ളാഹ് ഭയങ്കര വെറുപ്പുള്ള പ്രവൃത്തിയായിട്ടാണ് ഖുർആനിലും ഹദീസിലും നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അത് ചെയ്യുന്നവരോടും നമുക്ക് വെറുപ്പ് വേണം. ആ പ്രവൃത്തിയോട് മാത്രമല്ല, അത് ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഒരാളൊരു കള്ളുകുടിയനാണെന്ന് വിചാരിക്കുക, കള്ളിനോടേ എനിക്ക് വെറുപ്പുള്ളൂ, കള്ളുടിയന്മാരോടൊന്നും എനിക്ക് വെറുപ്പില്ല. ഒരാൾ പെണ്ണ് പിടിയനാണ്, പെണ്ണ് പിടിക്കുക എന്ന് പറയുന്ന ആ ബലാത്കാരമായി ചെയ്യുന്ന പ്രവർത്തനത്തിനോടെ വെറുപ്പുള്ള, അയാളോട് എനിക്ക് വെറുപ്പില്ല, അയാൾ ഒരു മനുഷ്യനല്ലേ. അങ്ങനെ ചിന്തിക്കരുത്, അത് അബദ്ധമാണ്, ബുദ്ധിമോശമാണ്. ഇതേപോലെ തന്നെ ഷിർക്ക് ചെയ്യുന്ന ആളുകളോടും ആ ഷിർക്കിനോടുള്ള വെറുപ്പ് പോലെ തന്നെ വെറുപ്പുണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അഥവാ തിന്മകൾ, പരസ്യമായി ചെയ്യുന്ന തിന്മകൾ, അതൊക്കെ അവരോട് വെറുപ്പുണ്ടാകേണ്ടതുണ്ട്. അത്തരക്കാരോട് നമുക്ക് വെറുപ്പുണ്ടാകേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതല്ലാതെ നിരുപാധികമായി എനിക്ക് ആരോടും വെറുപ്പില്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ ഭൗതികമായിട്ടുള്ള ഇത്തരം വെറുപ്പുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ അത് വിലക്കപ്പെട്ടതാണ്. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി വെറുക്കുക എന്നുള്ളത് അത് പാടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി വെറുക്കുക, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ബലവത്തായ കയറുകളിൽ ഒന്നാണ് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വലാ തദാബറു, നിങ്ങൾ പരസ്പരം തിരിഞ്ഞു കളയാൻ പാടില്ല
എന്നാണ് അതിൻ്റെ ഉദ്ദേശം. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ബന്ധം മുറിക്കാൻ പാടില്ല എന്നാണ്. വലാ തദാബറു എന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങോട്ട് നടക്കുക, ഒരാൾ ഇങ്ങോട്ട് നടക്കുക, രണ്ടാൾ മുഖത്തോട് മുഖം നോക്കുന്നില്ല. അതാണ് വലാ തദാബറു എന്ന് പറഞ്ഞാൽ. ഒരാളുടെ പുറം ഭാഗം മറ്റേയാളുടെ പുറം ഭാഗം അങ്ങനെയാണ് നിൽക്കുന്നത്, മുന്നോട്ടേക്ക് നോക്കുന്നില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ തഖാതഉ, നിങ്ങൾ ബന്ധം മുറിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദീനുൽ ഇസ്ലാമിൽ വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബന്ധം മുറിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ആയത്തുകൾ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞു, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. അല്ലാഹു ബന്ധം വെക്കാൻ പറഞ്ഞ ആളുകളോട് ബന്ധം വെക്കുന്ന ആളുകളെ റബ്ബ് സുബ്ഹാനഹു വതആല പുകഴ്ത്തി പറയുന്നു സൂറത്തു റഅദിൽ. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ റബ്ബ് സുബ്ഹാനഹു വതആല ബന്ധം മുറിക്കുന്നവരെ കുറിച്ചും താക്കീത് ചെയ്യുന്നു. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, തെമ്മാടികളായ ആളുകളല്ലാതെ വഴിപഴച്ചു പോകുകയില്ല. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നടത്തിയിട്ടുള്ള ഉടമ്പടിയെ പൊളിച്ചു കളയുന്ന ആളുകൾ. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു നിർബന്ധമായും ബന്ധം ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെയൊക്കെ മുറിച്ചു കളയുന്നവർ. വയുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അത്തരക്കാരായ ആളുകൾ നഷ്ടക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ബന്ധം മുറിക്കുക എന്ന് പറയുന്നത് അത് വൻ പാപത്തിൽപ്പെടുന്ന കാര്യമാണ്. ബന്ധം മുറിക്കാൻ പാടില്ല. എന്നാൽ അത്തരം ബന്ധങ്ങൾ അത് കുടുംബ ബന്ധമാണെങ്കിലും, ഒരു സാധാരണ മുസ്ലിമിനോട് തന്നെ ബന്ധം മുറിക്കാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. കുടുംബ ബന്ധമാണെങ്കിലോ അതൊന്നുകൂടി അതിൻ്റെ ഗൗരവം കൂടും. അത് വാപ്പയോടോ ഉമ്മയോടോ ആണെങ്കിലോ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി കൂടും. എന്നാൽ ദീനുൽ ഇസ്ലാമിൽ ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ മനസ്സ് ചിലപ്പോൾ ചില ആളുകളോട് വെറുപ്പും പ്രയാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് 3 ദിവസം അവന് ഇളവ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ബന്ധം മുറിക്കുകയാണെങ്കിൽ 3 ദിവസം വരെ അവന് ഇളവ് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുന്ന ഓരോ മണിക്കൂറും അവന് പാപമാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാൽ. 3 ദിവസത്തിനപ്പുറത്തേക്ക് ഒരു മുസ്ലിമിന് തൻ്റെ സഹോദരനെ അകറ്റി നിർത്താൻ പാടില്ല, അവൻ ഉപേക്ഷിക്കാൻ പാടില്ല, അവനോട് ബന്ധം മുറിക്കാൻ പാടില്ല. യൽതഖിയാനി ഫയുരിദു ഹാദാ വയുരിദു ഹാദാ, രണ്ടാളും കണ്ടുമുട്ടുന്നുണ്ട്, ഒരാൾ അങ്ങോട്ട് തിരിയുന്നു, ഒരാൾ ഇങ്ങോട്ട് തിരിയുന്നു, സലാമില്ല, ബന്ധമില്ല, വർത്താനമില്ല. അങ്ങനെ 3 ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം, അവരെത്രയും പെട്ടെന്ന് ആ ബന്ധം ഉണ്ടാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുന്നു. ഈ 2 കൂട്ടത്തിൽ ഏറ്റവും നന്മയുള്ളവൻ സലാം കൊണ്ട് ആരംഭിച്ചവനാണ്. ആരാണ് ആദ്യം സലാം പറയുന്നത്? അവനാണ് കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ളവൻ എന്ന് പറയാം. നോക്കൂ സഹോദരങ്ങൾ, ഈ 3 ദിവസം വരെ അവനൊരു ഇളവുണ്ട്. ഇത് നല്ല കാര്യമല്ല, പക്ഷെ 3 ദിവസം വരെ അവന് ഇളവുണ്ട്. 3 ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഓരോ മണിക്കൂറും അവന് വലിയ അപകടമാണ്, വലിയ അബദ്ധമാണ്. ഇതൊരാൾ 1 വർഷം വരെ മറ്റൊരാളോട് മിണ്ടാതിരുന്നാലോ ഹദീസിൽ കാണാൻ സാധിക്കും അവൻ അയാളെ കൊന്നതിന് തുല്യമാണ് എന്നാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, മൻ ഹജറ അഖാഹു സനതൻ ഫഹുവ കസഫ്കി ദമിഹി, ആരെങ്കിലും തൻ്റെ സഹോദരൻ 1 വർഷം അവനോട് മിണ്ടാതെ നിന്നാൽ, 1 വർഷം അവനുമായി ബന്ധം ഉടക്കി നിന്നാൽ ഫഹുവ കസഫ്കി ദമിഹി, അവൻ്റെ രക്തം ചീന്തിയവനെ പോലെയാണ് എന്ന് കാണാൻ സാധിക്കും. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള, നാസുറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സ്വഹീഹാണെന്ന് വിലയിരുത്തിയിട്ടുള്ള ഹദീസാണ്. അവനെ കൊന്നതിന് തുല്യമാണ്. അതായത് ഇവൻ മിണ്ടൂല, അവന് താല്പര്യമൊക്കെ ഉണ്ട്, ഇവൻ എന്ത് ചെയ്യില്ല, അടുപ്പിക്കൂല, മിണ്ടൂല. നിസ്സാരമായ കാര്യമൊക്കെ ആയിരിക്കും ആൾക്കാർക്ക്. അന്ന് കല്യാണത്തിന് എന്നോട് അഭിപ്രായം ചോദിച്ചില്ല, അല്ല എന്നെ ആദ്യം വിളിച്ചില്ല, നമ്മൾ ആദ്യം അറിയിച്ചില്ല, അല്ല കല്യാണം അറിയിച്ചൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അറിയിച്ചത് വളരെ വൈകിയാണ്. ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ ബന്ധം ഒഴിവാക്കുന്ന ആളുകളുണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ ഒരു സ്ഥലത്തിൻ്റെ തർക്കത്തിൻ്റെ പേരിൽ ഈ രൂപത്തിലൊക്കെ സഹോദരങ്ങളെ ആളുകൾ പരസ്പരം തെറ്റി നിൽക്കുകയാണ്. നിസ്സാരമായ കാര്യത്തിന് വാപ്പ മക്കളോട് തെറ്റി നിൽക്കുക, എന്തെങ്കിലുമൊക്കെ മകൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിരിക്കും. മകൻ ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അവൻ്റെ പ്രായത്തിൽ അവൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അബദ്ധം, അതിൻ്റെ പേരിൽ മക്കളോട് സ്ഥിരമായി മിണ്ടാതിരിക്കുക, അതല്ലെങ്കിൽ വാപ്പയോട് സ്ഥിരമായി മിണ്ടാതിരിക്കുക. ഇതൊക്കെ സഹോദരങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. സാധാരണ ഒരു മുസ്ലിമിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്, അവനോട് 1 വർഷം തെറ്റി നിന്നാൽ അവനെ കൊന്നതിന് തുല്യമാണ്, അത്രയും ഗൗരവമായ പാപമാണ് നിങ്ങൾ അവനോട് ചെയ്തിട്ടുള്ളത് എന്നാണ്. തീർന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലുണ്ട്. ഓരോ ആഴ്ചയിലും അതിൻ്റെ തിങ്കളാഴ്ച ദിവസത്തിലും വ്യാഴാഴ്ച ദിവസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യാത്ത മുഴുവൻ ആളുകൾക്കും അവരുടെ ചെറു പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. എന്നാൽ പോലും അത്തരം മുവഹിദീങ്ങളിൽ, ശിർക്ക് ചെയ്യാത്ത ആളുകളിൽ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. ഹദീസ് പ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത മുവഹിദീങ്ങൾക്കെല്ലാം
റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ, ഒരാൾക്ക് ഒഴികെ. കാന ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന, അവനും അവന്റെ സഹോദരനും ഇടയിൽ ദേഷ്യമാണ്, വെറുപ്പാണ്, പകയാണ്, വിദ്വേഷമാണ്. ഫയുഖാൽ, അവന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹ. ഇവർ രണ്ടാളും സുൽഹാകുന്നത് വരെ ഇവർക്ക് വേണ്ട, ഇവരെ ഒഴിവാക്കിയേക്ക്, ഇവർക്ക് പുറത്തു കൊടുക്കേണ്ടതില്ല എന്ന് സഹോദരങ്ങളെ പറയുമെന്നാണ്. അപ്പം എത്ര ഗൗരവമുള്ള കാര്യമാണ്, എത്ര ഗൗരവമുള്ള കാര്യമാണ്. അവർ രണ്ടുപേരും നന്നാകാതെ അവർക്ക് പുറത്തു കൊടുക്കേണ്ടതില്ല എന്ന്. ഇവിടെ കുറ്റക്കാരനാവുക ആരാണ്? അടുപ്പിക്കാത്ത ആളാണ്. ചിലപ്പോൾ രണ്ടാളും തമ്മിൽ തെറ്റിയേക്കുമ്പോൾ രണ്ടാളും ചിലപ്പോൾ കുറ്റക്കാരനാവണമെന്നില്ല. കാരണം ഒരാൾക്ക് ആഗ്രഹം ഉണ്ടായാൽ സലാം പറയാനൊക്കെ വരും. അങ്ങനെ സലാം പറഞ്ഞാൽ പോലും മുഖം തിരിച്ച് നടന്നു കളയുന്ന ആൾക്കാരുണ്ട്. അവരുടെ ധാർഷ്ട്യമാണ്. അങ്ങനെ ഒന്നും ആവാനായിട്ടില്ല, അവൻ സലാം പറഞ്ഞ് മടക്കേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിലൊക്കെ ധാർഷ്ട്യം കാണിക്കുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കണം അവർക്ക് കിട്ടുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്. പാപമോചനം നഷ്ടപ്പെടുകയാണ്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് ഖൈറുകൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇവർക്ക് നഷ്ടപ്പെടുകയാണ്. എന്നാൽ സഹോദരങ്ങൾ, ഇതെല്ലാം ഭൗതികമായ കാര്യത്തിന് വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ ദീനിന്റെ കാര്യത്തിന് വേണ്ടി വെറുക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾക്ക് അത് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെയുള്ള ഹജ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിന് 3 ദിവസത്തെ പരിധിയില്ല. ഇപ്പോൾ ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. തബൂക്ക് യുദ്ധത്തിൽ അവർ പിന്തി നിന്നപ്പോൾ അവർക്ക് എന്താ പറയുക, അവരോടുള്ളൊരു പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 അല്ലെങ്കിൽ 50ഓളം ദിവസം അവരോട് മിണ്ടിയിട്ടില്ല എന്നാണ്. അത് ദീനിൽ അനുവദിക്കപ്പെട്ടതാണ്. ഒരാൾ വലിയൊരു തിന്മയിൽ യുദ്ധത്തിൽ പിന്തി നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു അബദ്ധമാണ്, സംഭവിച്ചു പോയതാണ് അവർക്ക്. അപ്പം അതിന് അവർക്ക് തൗബയുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ അത്തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ തിന്മയുടെ ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, അവർ അതിൽ നിന്നും പിന്തിരിയുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ദീനിയായ അതിൻ്റെ ഒരു ചികിത്സയാണ് അവരെ അകറ്റി നിർത്തുക, ഹജ്ർ ചെയ്യുക എന്നുള്ളത്. എന്നാൽ പണ്ഡിതന്മാരവിടെ പറയാറുള്ളത്, ഹജ്ർ എപ്പോഴും മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിലേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരാളൊരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ അവനോട് ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞാൽ ദീനിയായ നിലപാടാണ്. പക്ഷേ അവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നീ അവനോട് ഇങ്ങനെ ഹജ്ർ ചെയ്താൽ, അവനെ അകറ്റി നിർത്തിയാൽ അവൻ കൂടുതൽ നന്മയിലേക്ക് എത്തുമോ, അതല്ല കൂടുതൽ തിന്മയിലേക്കാണോ പോകുക? ഇത് പരിശോധിക്കേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഒരാളുടെ മകൻ ഒരു തിന്മയിലേക്ക് വിട്ടു, ആ മകനോട് ഒന്ന് അകറ്റി നിർത്തിയാൽ, കണ്ടാൽ മിണ്ടാതെ ആ രൂപത്തിലേക്ക് മാറി നിന്നാൽ ഇവൻ നന്നാകുമെന്ന് പ്രതീക്ഷയുണ്ട്. കാരണം ഇവന് വാപ്പയായിട്ട് അത്ര ബന്ധമാണ്. അല്ല, അത് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ വാപ്പ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവന് സഹിക്കാൻ പറ്റൂല. ആ അവസ്ഥയിലേക്ക് എത്തിയാൽ ഇവൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇവന് വലിയ പ്രയാസമാകും, ഇവന് മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അടുപ്പക്കാരനായ ഒരു സഹോദരൻ, ഒരു കൂട്ടുകാരൻ, അവൻ എന്തെങ്കിലുമൊക്കെ ഒരു ഹറാമായൊരു പരിപാടി തുടങ്ങുകയാണ്, ഹറാമായൊരു പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവനെ അകറ്റി നിർത്തിയാൽ, അവനോട് മിണ്ടാതെ നിന്നാൽ, അവനെ കൂടാതെ നിന്നാൽ നന്നാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളായിട്ട് അത്ര അടുപ്പാണ്. നമ്മളുടെ ആ ഒരു അകൽച്ച അവന് നന്നാവാൻ സാധ്യതയുണ്ട്. എങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദീനിൻ്റെ ഒരു ചികിത്സയാണ് അത്. 3 ദിവസം അതിന് കണക്കില്ല. 3 ദിവസം അതിന് കണക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിന് തെളിവാണ്. എന്നാൽ നമ്മൾ അവനെ വിട്ടു കഴിഞ്ഞാൽ അവൻ കൂടുതൽ ദലാലത്തിലേക്കാണ്, അല്ലെങ്കിൽ കൂടുതൽ മോശം കൂട്ടുകെട്ടിലേക്കൊക്കെയാണ് പോകുക, അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് അവൻ പോകുമെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു, അത്തരം സാഹചര്യങ്ങളിൽ അവൻ എന്ത് ചെയ്യാൻ പാടില്ല? ഹജ്ർ ചെയ്യാൻ പാടില്ല. കാരണം അത് അവൻ മോശത്തരത്തിലേക്കാണ്, കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. അത് ചെയ്യരുത്. അപ്പോൾ ഇതൊരു ചികിത്സയാണ്. ഇത് എങ്ങനെ രീതിയിൽ കൊടുക്കണമെന്ന് ശരിക്കും പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അല്ലാതെ നിരുപാധികം അത് ചെയ്തത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ കഴിവ് അവിടെ പരിഗണിക്കും, നമ്മുടെ കുദറത്ത്. കാരണം നമുക്ക് ചില ആൾക്കാരെ ചിലത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും മറ്റൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള ചില മസലകളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതല്ല എങ്കിൽ സഹോദരങ്ങളെ, ഭൗതികമായ കാര്യങ്ങൾക്ക്, ജനങ്ങളിൽ അധികവും സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യരുത്. വലാ തദാബറു, പരസ്പരം തെറ്റി നടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്കാണ്. വലാ യബ്ഇ ബഅ്ദുകും അലാ ബൈഇ ബഅദ്. അടുത്തതും കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരാളുടെ കച്ചവടത്തിന്മേൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? കച്ചവടം ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരാളുടെ കച്ചവടത്തിന്മേൽ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് 2 രീതിയിലാണ്. ഒന്ന്, ഒരാളൊരു കച്ചവടത്തിൽ ഇങ്ങനെ ഏർപ്പെട്ട് നിൽക്കുകയാണ്, അങ്ങനെ വാങ്ങി. ഇപ്പോൾ ഒരു അങ്ങാടിയാണെന്ന് വിചാരിക്കുക, ഒരാളൊരു വസ്തു കണ്ടു, അയാൾ കണ്ടു 100 രൂപ, 100 രൂപ, ഓക്കെ, അവർ തമ്മിൽ അക്കതായി, അവർ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അപ്പോൾ കാണാം ഇപ്പുറത്തൊരു കച്ചവടക്കാരൻ അയാളെ പതുക്കെ, അതിപ്പോൾ വ്യംഗ്യമായി സൂചിപ്പിച്ചിട്ടാകട്ടെ, അല്ലെങ്കിൽ ചില ആൾക്കാർ ഒരു കുഴപ്പമുണ്ടാവില്ല, പരസ്യമായിട്ട് പറയാൻ പോലും തയ്യാറാകുന്ന ആൾക്കാർ, ഞാൻ 90 രൂപക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ആ കച്ചവടത്തെ എന്ത് ചെയ്യുക? അതിൻ്റെ മുകളിൽ കച്ചവടം ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്, ചെയ്യാൻ പാടില്ല. ഒരാളൊരു കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ഇപ്പുറത്തുനിന്ന് ഞാൻ അതിനേക്കാളും കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ എന്ത് ചെയ്യാൻ പാടില്ല? കച്ചവടം മുടക്കാൻ പാടില്ല. എന്നാൽ കൊട്ടേഷന്റെ സമയത്തിലാണെങ്കിലോ, അതായത് ഒരാൾ ഇങ്ങനെ കണക്കെടുക്കുകയാണ്, ഓരോ കടയിൽ പോയി ഇവിടെ എത്ര, അവിടെ 100, അവിടെ എത്ര 90, ഇത് കച്ചവടം നടക്കുന്നില്ല. അവിടെ അയാൾ എന്ത് ചെയ്യണം? അയാൾ പോയി കൊട്ടേഷൻ എടുക്കണം, എവിടെ ഏറ്റവും കുറവുള്ളത് എവിടെയാണ് അയാൾ അതിൽ നിന്ന് എടുക്കും. ആ സമയത്ത് നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ്, അല്ലേ?
അത് കുറച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കച്ചവടം നടന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അയാളെ വേദനിപ്പിക്കുന്ന വാക്കുപോലും പറയാതിരിക്കുകയാണ് വേണ്ടത്. ചില ആളുകൾക്ക് അതൊരു പ്രത്യേക സുഖമാണ്. അവിടുന്ന് എത്രയാണ് വാങ്ങിയത്, അത് നമുക്ക് ഇത്രക്ക് തരായിരുന്നു. ഇവനോട് നേരിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ ഇവൻ അത്രക്ക് തരില്ല. ഒരു കച്ചവടം കഴിഞ്ഞാൽ കാണാം ചിലപ്പോൾ ഈ രൂപത്തിൽ സംസാരിക്കും, നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ഇത്രക്ക് തരുമായിരുന്നു. അത് പറയേണ്ടതില്ല. കാരണം അത് ഒരു മുസ്ലിമിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ആ കച്ചവടം കഴിഞ്ഞു, ഇനി പിന്നീട് അവൻ വരികയാണെങ്കിൽ അപ്പോൾ അവനോട് പറയാം നമ്മുടെ അടുത്ത് ഇത്രക്ക് ഉണ്ട് എന്ന് പറയാമെന്നല്ല. അതൊരു കഴിഞ്ഞ കാര്യത്തിനോട് ഒരാളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ ഇനി വേറെ ചില സംഭവങ്ങൾ ഉണ്ടാകാറുള്ളത് നേരെ തിരിച്ചാണ്. അതായത് ഒരാളൊരു കച്ചവടം കഴിഞ്ഞിട്ട് മറ്റേ ആള് എന്ത് ചെയ്യും, ഈ വാങ്ങിയ വ്യക്തി കച്ചവടക്കാരൻ തന്നെ അപ്പുറത്തെ കച്ചവടക്കാരനാണ് ഇത് കൂടുതൽ കുറച്ച് വില കുറഞ്ഞിട്ട് പോയിട്ടുള്ളതെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, ഇവിടെ കച്ചവടം നടന്നതിന് ശേഷം ഈ വാങ്ങിയ വ്യക്തി തന്നെ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇയാൾ പോയി അന്വേഷിച്ച് ആരോടെങ്കിലുമൊക്കെ കുറപ്പിച്ച് ഇയാൾ തന്നെ, അതായത് വാങ്ങിയ ആൾ തന്നെ മുറിക്കുന്ന അവസ്ഥ അതുണ്ടാകും, അല്ലെങ്കിൽ വേറൊരാൾ തമ്മിൽ മുറിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇത് പാടില്ലാത്ത കാര്യമാണ് എന്ന് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിൽപ്പെടുന്ന രണ്ടാമത്തെ രീതിയാണ്, ഒരാൾ ഒരു സാധനം വാങ്ങി അയാൾക്കൊരു വാറണ്ടി പീരീഡ് ഉണ്ടാവും. അത് റിട്ടേൺ പോളിസി ഉള്ള വസ്തുക്കളാണെങ്കിൽ ആ സമയത്തും ഇത് പാടില്ല എന്നാണ്. ഉദാഹരണത്തിന് ഒരു വസ്തു വാങ്ങിയാൽ 3 ദിവസം റിട്ടേൺ പോളിസി ഉണ്ട്, 3 ദിവസം തിരിച്ചെടുക്കും. ഈ സമയത്ത് പോയിട്ടും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പോയിട്ട് അയാളോട് പോയി പറയരുത് നമ്മുടെ അടുത്ത് ഇത്രക്ക് ഉണ്ട് എന്ന് പറയരുത്. അത് പാടില്ലാത്തതാണ്. കാരണം അയാൾ എന്ത് ചെയ്യും, അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വാഭാവികമായിട്ട് ഇത് റിട്ടേൺ ചെയ്യും. എനിക്ക് വേണ്ടതില്ല എന്ന് പറയാൻ അവകാശമുള്ള അത് ഖിയാറുൽ മജ്ലിസ് ഉണ്ട്. അവിടെയുള്ള ആ മജ്ലിസിൽ നിന്ന് തന്നെ പിരിയുന്നതിന് മുമ്പ് അയാൾക്ക് ഒഴിവാക്കാൻ അനുവദിക്കുന്നതാണ്. അതേപോലെ തന്നെ ദീനിൽ എന്ത് ചെയ്യും, ഒരു ഖിയാറു ഷർത്ത് ഉണ്ടാകും. ഒരു ഖിയാറു ഷർത്ത് 2 രൂപത്തിലാണ്. ഇപ്പോൾ ഖിയാറുൽ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതായത് നമ്മളൊരു കച്ചവടം നടത്തി ആ സാധനങ്ങൾക്ക് പൈസ ഒക്കെ കൊടുത്തു, സാധനങ്ങളൊക്കെ വാങ്ങി, ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, അയാൾക്ക് സ്വമേധയാ തീരുമാനിക്കാം, അല്ലെങ്കിൽ വേണ്ട ഞാനിത് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ പൈസ തിരിച്ചു വാങ്ങും. ദീനിൽ അതിന് ഹക്കുണ്ട്. അല്ല കച്ചവടം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാരൻ കച്ചവടം കഴിഞ്ഞു ഇനി പൈസ തരൂല എന്ന് പറയരുത്. ഖിയാറുൽ മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസ് അതായത് നമ്മൾ ആ കടയിൽ നിന്നും പിരിയുന്നത് വരെയുള്ള സമയത്തിനാണ് ഖിയാറുൽ മജ്ലിസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നേരം നമുക്ക് വേണമെങ്കിൽ തീരുമാനം മാറ്റാം. അല്ലെ ചിലപ്പോൾ മനുഷ്യന്മാരാണ്, അതുകൊണ്ട് ദീനിൽ അത് അനുവദിച്ചത്. ചിലപ്പോൾ വലിയ 2000 റുപ്യക്കൊക്കെ ഒരു സാധനം മേടിക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നും, വെറുതെ ഇപ്പോൾ 2000 റുപ്യ കളയണോ എന്ന് തോന്നും. ഇതിപ്പിൻ്റെ ആവശ്യം എന്താ ഉള്ളത്, അല്ലെ വേണ്ട. അപ്പം അയാൾ പറഞ്ഞു ഞാനിതിപ്പോൾ വാങ്ങുന്നില്ല, അല്ലെ. ചിലപ്പോൾ അയാൾ ചിന്തിക്കും സാമ്പത്തികമായി എനിപ്പോൾ കുറച്ച് ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. അത് ദീൻ അനുവാദം നൽകുകയാണ്. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് വേണ്ടയില്ല എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ തിരിച്ചു കൊടുക്കണം. അല്ലെ വാങ്ങിയതാണ്, ഇനി വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം അയാൾ നിബന്ധന പറയണമായിരുന്നു, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എടുക്കുകയില്ല എന്ന നിബന്ധന ഈ വാങ്ങുന്നവനും കൂടി അംഗീകരിച്ചിട്ടാണെങ്കിൽ ശരി, അയാൾക്ക് അത് കിട്ടൂല, അത് കിട്ടുകയില്ല. അയാൾ വാങ്ങുമ്പോൾ തന്നെ പറയണം ഇത് എടുത്താൽ പിന്നെ കിട്ടൂല കേട്ടോ എന്ന് പറയുന്ന വസ്തുക്കൾ ഉണ്ടാകും. അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നാണ്ട് തിരിച്ചു കൊടുക്കാൻ അനുവാദമില്ല. കാരണം ഇയാൾ ആദ്യമേ അംഗീകരിച്ചതാണ് ആ ഷർത്ത്, അത് വെക്കാവുന്നതാണ്. എന്നാൽ അതല്ല എങ്കിൽ ഒരാൾക്ക് അത് തിരിച്ചു കൊടുക്കാം. അതേപോലെ തന്നെയാണ് ഖിയാറു ഷർത്ത്. അതായത് 3 ദിവസം വരെ അല്ലെങ്കിൽ ഒരാഴ്ച വരെ എന്നൊക്കെ ഒരു വസ്തുവിന് ഒരു ഡേറ്റ് കൊടുക്കും. റിട്ടേൺ പോളിസി നമ്മൾ പറയുന്നത്. അതിനിടയിൽ പോയിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റേ ആളോട് വില കുറച്ച് പറഞ്ഞിട്ട് ആ കച്ചവടം മുറിച്ച് ഒരു കച്ചവടത്തിൻ്റെ മേൽ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആ സഹോദരങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചെയ്യുക. അതേപോലെ തന്നെയാണ് വേറൊരാൾ ഒരു കച്ചവടത്തിൻ്റെ മേൽ കച്ചവടം ചെയ്യാന്ന് പറയുന്നത്. വേറൊരു പർച്ചേസർ എന്ന് പറയാണ്, ഈ ഒരു കച്ചവടക്കാർ 100 റുപ്യക്ക് വെക്കുമ്പോൾ വേറൊരാളെന്ന് പറഞ്ഞു ഞാൻ 120 റുപ്യക്ക് എടുക്കാം, ഞാൻ 120 റുപ്യക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നേരത്തെ തിരിച്ചാൽ നമ്മൾ പറഞ്ഞത് മറ്റേ ആൾ 80 ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് വേറൊരു കച്ചവടക്കാരൻ ഇയാളെ മുറിക്കാൻ വരികയാണ്. അതേപോലെ വേറൊരു പർച്ചേസർ വന്നിട്ട് പറയാണ് ഞാൻ 110 എടുക്കാം, എനിക്ക് തരി, ഫുള്ള് സാധനം എനിക്ക് തരി എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ ഈ കച്ചവടക്കാരെ കേൾക്കാൻ പാടില്ല. കാരണം ഇയാളുമായിട്ട് കരാറിലായി, ഇയാളുമായിട്ട് കോൺട്രാക്റ്റിലായതാണ്. പിന്നെ വേറൊരാൾ കൂടുതൽ തരുമെന്ന് പറയുമ്പോൾ ഇയാളെ പതുക്കെ ഒഴിവാക്കിയിട്ട് അത് നടക്കാറുണ്ട്. മറ്റേ വിളിച്ചു പറയും നമ്മുടെ സാധനം ഇല്ല, നമ്മുടെ കുറവാണ്, സാധനം ഇല്ല, നിങ്ങൾ വേറെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നടന്ന കച്ചവടം മുടക്കും. എന്നിട്ട് കാരണം ഇയാൾക്ക് വേറെ ഓർഡർ കിട്ടി, കൂടുതൽ വില വേറെ ഓർഡർ കിട്ടി. അപ്പോൾ ഇവിടെ നടന്ന കച്ചവടം, വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച കച്ചവടം അവൻ എന്ത് ചെയ്യും, അത് ഡെലിവറി ചെയ്യില്ല. അത് വേറെ അപ്പുറത്തുനിന്ന് വേറൊരാൾ കൂടുതൽ കിട്ടിയപ്പോൾ അത് നേരെ അങ്ങോട്ട് മറിച്ചു. ഇതൊക്കെ ദീനിൽ പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവപൂർവ്വം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെയാണ് ഈ ഹദീസിൽ അത് വന്നിട്ടില്ല, ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേൽ പോയി വേറൊരാൾ വിവാഹം അന്വേഷിക്കാൻ പാടില്ല. അതായത് ഒരു സ്ത്രീയുമായി വിവാഹം കാണുകയൊക്കെ ചെയ്തു, സ്വാഭാവികമായിട്ടും അതിന് കുറച്ച് ചർച്ചകളും മറ്റുമൊക്കെ ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ നാളെ നിക്കാഹ് നടത്താമെന്ന് പറയില്ല, അത് കണ്ട് നിൽക്കുക. അത് ഒഴിവായി എന്നറിയുന്നത് വരെയും വേറൊരാൾ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹം അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വിളിച്ചന്വേഷിക്കുകയോ ഒന്നും പാടില്ല. അത് വേറൊരാൾ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടല്ലാതെ മറ്റൊരാൾക്ക് അവിടെ അന്വേഷണം
പാടില്ല എന്നാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ ദീനിൽ കൊണ്ടുവന്നിട്ടുള്ളത് മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും പാലിക്കാത്തതിൻ്റെ പേരിൽ മുസ്ലിം മനസ്സുകൾ ഇങ്ങനെ ഛിന്ന ഭിന്നമായി പോകുന്നു. ആർക്കും ഒരു ഐക്യമില്ല. കാരണം എല്ലാവർക്കും വെറുപ്പും എല്ലാവർക്കും ദേഷ്യമൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് കാരണം കച്ചവട മേഖലയിൽ ഇപ്പോൾ അങ്ങാടിയിൽ ഇങ്ങനെയാണ്, ബന്ധങ്ങൾ ഇങ്ങനെയാണ്. ഈ രൂപത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവനവൻ്റെ കാര്യങ്ങൾ നടക്കുക എന്നത് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് പരസ്പരം ആദ്യകാലത്തുണ്ടായിരുന്ന രൂപത്തിൽ ഐക്യങ്ങളൊന്നും മുസ്ലിം മനസ്സുകളിൽ ഇല്ലാത്തത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഓ അള്ളാഹുവിൻ്റെ അടിമകളായി പരസ്പരം സഹോദരങ്ങളായി നിങ്ങൾ കഴിയുക. കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റാത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളാണ് പരസ്പരം സഹോദരങ്ങൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം ചിന്തിക്കുക. എന്താണ് അഖ് എന്ന് പറഞ്ഞാൽ? ഇഖ്വത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ പിറന്നവൻ എന്നാണ്. ഒരു ഉമ്മയുടെ അതേ ഗർഭപാത്രത്തിൽ പിറന്നവനാണ് ആദ്യമായി നമ്മൾ സഹോദരൻ എന്ന് പറയുന്നത്. അത്രയും ബന്ധം അവർക്കുണ്ട്. അവർ ഒരേ സ്ഥലത്ത് കിടന്നു വളർന്ന ആളുകളാണ്. അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട്. നീ മറ്റൊരു ഉമ്മയുടെ മകനാണെങ്കിലും ശരി, എനിക്ക് നിന്നോട് ആ ഒരു ബന്ധമുണ്ട്. നീ ഒരു മുസ്ലിമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ഒരുവനാണ്. നിന്നോട് എനിക്കൊരു ബന്ധമുണ്ട്, അത്രയും ബന്ധമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരിലാണ് ഇവനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാത്തത്, ഈ രൂപത്തിൽ അക്രമങ്ങളോ ഒന്നും അവനോട് കാണിക്കാത്തത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനോട് പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി പറയാൻ. ലാ യദ്ലിമുഹു, ഒരു മുസ്ലിം തൻ്റെ മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവൻ ആക്രമിക്കാൻ പാടില്ല. വിശാലമായി പറയേണ്ട കാര്യമാണ്, പക്ഷേ ഏതൊരാൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിന് ഞാൻ പറയും. അക്രമം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു മുള്ളുകൊണ്ട് വേദനിപ്പിക്കുന്നത് മുതൽ, ഒരു വാക്ക് കൊണ്ട് വേദനിപ്പിക്കുന്നത് മുതൽ, ഒരു ആംഗ്യം കൊണ്ട് വേദനിപ്പിക്കുന്നത് മുതൽ മറ്റൊരാളോട് ഒരു നിലക്കുമുള്ള അക്രമം ചെയ്യാൻ പാടില്ല എന്നാണ്. മറിച്ച് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള ഇടപാട് രണ്ട് രൂപത്തിലായിരിക്കും. ഒന്ന് നീതിപൂർവമായ ഇടപാടായിരിക്കും, രണ്ട് ഫദ്ലായിരിക്കും, ഔദാര്യമായിരിക്കും. ഒന്നുകിൽ നീതി അല്ലെങ്കിൽ ഔദാര്യം. അതിൻ്റെ അപ്പുറത്തേക്ക് ഹക്കിൽ കുറവ് വരുത്തുക എന്നുള്ളത് ദുൽമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു വിഷയത്തിലും ചെയ്യാൻ പാടില്ല. മറ്റൊരാളുടെ വസ്തു നമ്മൾ എടുക്കുക, മറ്റൊരാൾക്ക് കിട്ടേണ്ട ജോലി നമ്മൾ കൈക്കലാക്കുക, ഇതൊക്കെ ദുൽമാണ്. ഒരാൾക്ക് കിട്ടാൻ പോയ ജോലിയാണ്, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വഴി അണ്ടർ ടേബിൾ വഴി അയാൾക്ക് കിട്ടാൻ പോകുന്നു നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ദുൽമാണ്. അവന് കിട്ടേണ്ട ഹക്കായിരുന്നു, അത് ദുൽമാണ്. അവന് കിട്ടേണ്ട ഒരു വസ്തുവായിരുന്നു, നമ്മൾ കൈക്കലാക്കി, ദുൽമാണ്. ഇത് ഏത് നിലക്കാണെങ്കിലും ദുൽമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് എന്താണ്? നീതിയോടുകൂടി അതോടൊപ്പം ഫദ്ലോട് ഇഹ്സാനോടുകൂടി കൂടുതൽ കൊടുക്കാനൊക്കെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് കുറച്ച് കൊടുത്താലും അത് നമ്മൾ അവനോട് കൂടുതൽ കൊടുത്തതുപോലെയാണ്. അല്ലെങ്കിൽ കൃത്യമായി വാങ്ങിയാൽ അത് നീതിയാണ്. അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് കൃത്യമായി കൊടുത്താൽ നീതിയാണ്, കൂടുതൽ കൊടുത്താൽ അത് ഫദ്ലാണ്. ഈ നിലക്കാണ് ഏതൊരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനോട് പെരുമാറേണ്ടത്. ദുൽമ ചെയ്യാൻ പാടില്ല. വലാ യഖ്ദുൽഹു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ യഖ്ദുലുഹു, അവനെ കൈയൊഴിയാൻ പാടില്ല എന്നാണ്. അതായത് സഹായിക്കേണ്ട ഘട്ടത്തിൽ സഹായിക്കാതിരിക്കുക എന്നാണ് ഖുദ്ലാൻ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം. സഹായിക്കേണ്ട ഘട്ടത്തിൽ സഹായിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇൻസുർ അഖാക ളാലിമൻ വ മദ്ലൂമൻ, നീ നിന്റെ മുസ്ലിം സഹോദരൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും സഹായിക്കുക എന്ന് പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് ഹാദാ നൻസുറുഹു മദ്ലൂമൻ ഹാദാ മഅറഫ്. ഒരു അക്രമിയെ സഹായിക്കാന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതാണ്. അക്രമിയെ സഹായിക്കാന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതാണ്. ഫകൈഫ നൻസുർ ളാലിമൻ, ഒരു അക്രമിയെ എങ്ങനെ സഹായിക്കും? ആക്രമിക്കപ്പെട്ടവനെ പോയി സഹായിക്കാം, അവൻ്റെ കണ്ണീരൊപ്പാം. പക്ഷെ അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു തൗഖുദു ഫൗക യദൈഹി, അവൻ്റെ കൈ പിടിച്ചു വെച്ചാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അവനെ സഹായിക്കും. രണ്ടാൾ അടികൂടുമ്പോൾ അടിക്കുന്നവനെ പിടിച്ചു വെച്ചാൽ യഥാർത്ഥത്തിൽ അത് അവനോടുള്ള സഹായമാണ്. കാരണം അവന് കിട്ടാൻ പോകുന്ന ശിക്ഷയും അവന് കിട്ടാൻ പോകുന്ന ആ അപകടവുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, അവിടെ പിടിച്ചു മാറ്റുന്നത്. അപ്പോൾ ഏത് നിലക്കും ഒരു ആക്രമിക്കാൻ വരുന്നവനെ പോലും സഹായിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കണ്ടില്ല എന്ന് അടിച്ചിട്ട് അവർ രണ്ടുപേരും അടികൂടി മരിക്കട്ടെ എന്ന് വിചാരിക്കരുത്. അവിടെ രണ്ടു കൂട്ടരെയും മാറ്റി നിർത്തുക എന്ന് പറയുന്നത് രണ്ടു കൂട്ടരോടുള്ള സഹായമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ കൈ ഒഴിയാൻ പാടില്ല. ഒരാൾക്ക് സഹായിക്കേണ്ട ഘട്ടം വരുമ്പോൾ അവനെ സഹായിക്കണം. അങ്ങനെ കൈ ഒഴിഞ്ഞാൽ അത് പാപമാണ്. ഒരാൾക്കൊരു ആവശ്യം വരുന്ന ഘട്ടത്തിൽ നമുക്കത് സഹായിക്കാനുള്ള കഴിവുണ്ട്, എന്നിട്ട് നമ്മൾ അവനെ ഒഴിവാക്കി വിടുക, അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വലാ യഖ്ദുലുഹു, നിങ്ങൾ അവനെ കൈ ഒഴിയാൻ പാടില്ല, സഹായിക്കാതെ വിടാൻ പാടില്ല. വലാ യക്ദിബുഹു, അവനോട് കളവ് പറയാൻ പാടില്ല. അറിയപ്പെട്ട കാര്യമാണ്, കളവ് പറയാൻ പാടില്ല. കളവ് ദീനുൽ ഇസ്ലാം വളരെ ഗൗരവത്തിൽ കാണുന്ന കാര്യമാണ്. വളരെ ചില ഘട്ടങ്ങളിൽ മാത്രമാണ് കളവിന് അനുവാദം നൽകിയത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് വലിയൊരു മസലത്തിന് വേണ്ടിയിട്ട്. രണ്ടാൾ തെറ്റിവെക്കുന്ന സമയത്ത് അവർ തമ്മിൽ അടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കളവ് പറയാം. ആ കളവല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനെ കളവെന്ന് പറയില്ല. കാരണം എന്താണ്? ഇവർ രണ്ടാളും തമ്മിൽ ഭയങ്കര വെറുപ്പാണ്. പക്ഷേ ഒരാളോട് പോയി പറയണം, മറ്റേ ആൾ നിന്നോട് നല്ല ഇതാണ് പറയുന്നത്, നീ ആയിട്ട് അടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം, അവനെ കണ്ടാൽ അടിക്കണം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് പോയി പറയില്ല.
നമ്മൾ പോയി പറയാ അയാൾ നിങ്ങളൊന്നും ഉണ്ടായിട്ടാണ്, ഓരോ ആഗ്രഹമൊക്കെ ഉണ്ട്, നല്ല ആഗ്രഹമുണ്ട്, ആ രൂപത്തിൽ പറയാം. അത് കളവല്ല എന്നാണ്. തിരിച്ച് ഇവനോടും പോയി പറയാം. ഇവൻ ചിലപ്പോൾ പറയാം എനിക്ക് കാണുക വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവനോട് പറയാം നീ അത് ഇങ്ങനെ ഉപരി പറയുന്നുണ്ട്, അപ്പം നമ്മൾ രണ്ടാളൊന്ന് കാണുക. ആ രൂപത്തിൽ സംസാരിക്കുന്നത് കളവല്ല എന്നാണ്. അതല്ലെങ്കിൽ സഹോദരങ്ങളെ, കളവ് പറയുക എന്നുള്ളത് അസ്സല് പാടില്ലാത്തതാണ്. വല യഹ്കിറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞത് നിസ്സാരനായി കാണുക എന്നുള്ളതാണ്. അല്ലെ, അത് ആളുകൾ പൊതുവെ ഒരാൾ വലിയ തറവാട്ടുകാരനല്ല, അല്ലെ അയാൾക്ക് വലിയ സാമ്പത്തികം ഇല്ല, പത്തരക്കാരെ നിസ്സാരനായി കാണുക എന്നുള്ളത് പൊതുവെ ഒരു നാട്ടിൽ കണ്ടുവരുന്ന കാര്യമാണ്. ഒരു മുസ്ലിം അങ്ങനെയല്ല. മുസ്ലിമിനെ സംബന്ധിച്ച് എല്ലാവരും ഒരേ ദർജയിലാണ്, എല്ലാവരും ഒരേപോലെ തന്നെ അള്ളാഹിന്റെ അടിമകളായിട്ട് ഒരേ ദർജയാണ്. അവന്റെ ഭൂമിയിലുള്ള അവന്റെ സമ്പത്തോ അധികാരോ ഒന്നും ഒരാളെക്കാളും മുകളിലാകുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ശേഷം പറയുന്നത് കാര്യം എന്താണ്? അത്തഖ്വ ഹാഹുന, 3 പ്രാവശ്യം പറയുന്നത് തഖ്വ ഇവിടെയാണ്. അഥവാ തഖ്വ കൊണ്ട് മാത്രമേ ഒരാളെക്കാൾ മുകളിലാവുകയുള്ളൂ. അതുകൊണ്ട് തഖ്വയാണ് കാര്യം, ആളുകളെ നിസ്സാരരാക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യഹ്കിറുഹു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നിസ്സാരനാക്കി കാണാൻ പാടില്ല. അതിനുശേഷം തൊട്ടുടനെ പറഞ്ഞു അത്തഖ്വ ഹാഹുന എന്ന് 3 പ്രാവശ്യം അവിടുത്തെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു തഖ്വ ഇവിടെയാണ്. അതിനുശേഷം പറയുന്ന വാചകവും തൊട്ടു മുമ്പിൽ പറഞ്ഞതിന്റെ ബാക്കിയാണ്. മുസ്ലിം, ഒരു മനുഷ്യന് തിന്മയായിട്ട് രേഖപ്പെടുത്താൻ മതി തന്റെ സഹോദരൻ നിസ്സാരനായി കാണുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു എന്തിനാണ് നിസ്സാരനാക്കരുത് എന്ന് പറഞ്ഞ് നിസ്സാരനാക്കുക എന്നുള്ളത് ഒരു തിന്മയാണ് എന്ന് പറയുന്നതിനിടയിൽ ആ തഖ്വ ഹാഹുന എന്നുള്ള വാക്ക് പറഞ്ഞത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്ക് ഒരാൾക്ക് മറ്റൊരാളെ നിസ്സാരനാക്കാൻ എങ്ങനെയാണ് കഴിയുക? കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാവരും ഒരുപോലെയാണ്. തഖ്വ മാത്രമാണ് വ്യത്യാസപ്പെടുത്തുന്നത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ അടുക്കൽ ഏറ്റവും ആദരണീയരായ ആളുകൾ അത് തഖ്വയുള്ള ആളുകളാണ്. അല്ല, അതിന് ആയത്തിന്റെ തൊട്ടു മുമ്പിൽ നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടി നിങ്ങളെ ഗോത്രങ്ങളും മറ്റുമൊക്കെ ആക്കിയിട്ടുണ്ട്. ചില ആളുകളെക്കാളും അറിയപ്പെട്ട ഗോത്രത്തിലും അറിയപ്പെട്ട തറവാടുകാരൊക്കെ ആയിരിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളത് തഖ്വയുള്ളവർക്കാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരാളെ നിസ്സാരനാക്കുമ്പോൾ അയാൾ ചിന്തിക്കണം, എന്നെക്കാളും തഖ്വ കുറഞ്ഞതുകൊണ്ടാണോ അവൻ നിസ്സാരനാക്കുന്നത്? എന്താണ് നിനക്ക് അവനെ നിസ്സാരനാക്കാൻ എന്താണ് നിനക്ക് അധികാരമുള്ളത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ അവനെ നിസ്സാരനാക്കിയത്? ഒരു വേള നിന്നേക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനായിരിക്കാം അവൻ. നിന്നേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുന്ന മനസ്സ്, കൽബ് അയാൾക്കുണ്ടായേക്കാം. ചിലപ്പോൾ ചില തിന്മകൾ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിന്നേക്കാളും അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുന്നുണ്ടാകാം. ചിലപ്പോൾ ഉണ്ടായേക്കാം, നിനക്കറിയുകയില്ല. നിനക്ക് ഒരാളുടെയും ഹൃദയം എങ്ങനെയാണെന്ന് അറിയുകയില്ല. അതുകൊണ്ട് ആരെയും നിസ്സാരരായി കാണേണ്ടതില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മറ്റൊരാൾക്ക് മുന്നിൽ ഞാൻ അയാളെക്കാളും മികച്ചവനാണ് എന്ന ചിന്ത അത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഉണ്ടാകാൻ പാടില്ല. ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു പാപിയെ കാണുമ്പോൾ ഒരിക്കലും അവൻ ചിന്തിക്കരുത് അവനേക്കാളൊക്കെ മെച്ചം ഞാൻ തന്നെയാണ്, അവനേക്കാളും മെച്ചം ഞാൻ തന്നെയാണ് എന്ന ചിന്ത ഒരാൾക്കും ഉണ്ടാകേണ്ടതില്ല. മറിച്ച് ഓരോരുത്തരും അവനവന് സംഭവിച്ചു പോയിട്ടുള്ള തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനും അതിന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാനും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഇത്തരം തിന്മയുള്ള ആളുകൾ കാണുമ്പോൾ നമുക്ക് ഖേദമുണ്ടാകും, അവൻ നന്നാകണമെന്ന് ആഗ്രഹിക്കും, അവനോട് ഉപദേശിക്കും. അതല്ലാതെ അവനേക്കാളും മെച്ചം ഞാനായിരിക്കും എന്നുള്ള രീതിയിലുള്ള കിബറുകൾ സഹോദരങ്ങളെ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് തഖ്വ അത് ഹൃദയത്തിലാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, തഖ്വ ഹൃദയത്തിലാണ്, അതുകൊണ്ട് ബാഹ്യമായ തഖ്വക്ക് യാതൊരു റോളുമില്ല എന്നുള്ളതല്ല. മറിച്ച് മനുഷ്യന്റെ കൽബും അവയവങ്ങളും തമ്മിൽ ബന്ധമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. കൽബിനെ കുറിച്ച് പറഞ്ഞതാണ്, അത് നന്നായ ശരീരം മുഴുവൻ നന്നാകും, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാകുമെന്നാണ്. അപ്പം കൽബ് ഒരാളെ നല്ലതായിട്ട്, അള്ളാഹിനെ അനുസരിക്കാത്ത രൂപത്തിൽ ഒരാളുണ്ടാവില്ല, നിസ്കരിക്കാത്ത ഒരാളെ കണ്ടിട്ട് നല്ല മനുഷ്യൻ നല്ല കൽബായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ വകുപ്പില്ല. അല്ലെ, എന്താണ് അയാൾ കൽബ് നന്നായിരുന്നെങ്കിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുമായിരുന്നില്ല. അത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളിവിടെ നിന്ദിക്കരുത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, തഖ്വ ഹാഹുന എന്നുള്ളത് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. തഖ്വ ഇവിടെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരാളോട് നീ എന്താ നിസ്കരിക്കാത്തത്, പള്ളിയിൽ പോകാത്തത്, തഖ്വ ഇവിടെയാണ്, നിങ്ങൾ എങ്ങനെയാണ് അത് ശരിയല്ല. മറിച്ച് അമലുകൾക്ക് ഈമാനുമായി ബന്ധമുണ്ട്, അമേദ്യമായ ബന്ധമാണുള്ളത്. ഇത് നന്നായാൽ അമലുകളും നന്നാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് മോശമായാൽ അമലുകളും മോശമാകുന്നു. അപ്പോൾ ഒരാളുടെ ബാഹ്യമായ അമല് മോശമായിട്ട് അതിന് മുന്നേ അവൻ്റെ കൽബ് മോശമായിട്ടുണ്ടാകും. ഒരാൾ ബാഹ്യമായിട്ട് അള്ളാഹിനെ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ കൽബ് നേരത്തെ അവനെ അള്ളാഹിനെ അനുസരിക്കാത്ത കൽബായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ റിസൾട്ടാണ് അമലുകളിലൂടെ വന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതൊരു ന്യായമായി പറയാൻ പാടില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഉള്ളും പുറവുമൊക്കെ നന്നാക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരാളെ നിന്ദിക്കുക എന്നുള്ള സ്വഭാവം, ഒരാളെ നിസ്സാരനായി കാണുക എന്നുള്ള സ്വഭാവം
പാടില്ല. കാരണം അവിടുന്ന് പറഞ്ഞത് ബിഹസ്ബിംറിഇൻ മിനശ്ശർരി അയ്യഹ്കിറ അഖാഹുൽ മുസ്ലിം, തന്നെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുക, കൊച്ചാക്കി കാണുക എന്നുള്ളത് തന്നെ ഒരാൾക്ക് തിന്മയായിട്ട് മതി എന്നാണ്. തിന്മയായിട്ട് കാണാനൊരു ആ മനോഭാവം ഉണ്ടല്ലോ, അത് തന്നെ മതിയായത്. അവനേക്കാളും മെച്ചം ഞാനാണ്, അവനേക്കാളും മികവ് എനിക്കാണ്, ആ ചിന്ത ഒരാൾക്കും ഉണ്ടാകേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അവസാനമായി അവിടുന്ന് പറയുന്നു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ നിഷിദ്ധമാണ് എന്ന് നിരുപാധികമായി പറഞ്ഞു. ഒരാൾക്ക് മറ്റൊരാളുടെ മേൽ നിഷിദ്ധമാണ്, അല്ലെങ്കിൽ അവന്റെ ജീവനും അവന്റെ അഭിമാനവും ഒക്കെ പവിത്രമാണ് എന്ന അർത്ഥത്തിൽ അവിടുന്ന് പറയുന്നു. ശേഷം അത് വിശദീകരിച്ചു, ദമുഹു വമാലുഹു വഇർലുഹു, അവന്റെ രക്തം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ രക്തം ചീന്താൻ പാടില്ല, ഒരു നിലക്കുള്ള ഉപദ്രവം ചെയ്യാൻ പാടില്ല. ഒമാലുഹു, അവന്റെ സമ്പത്ത് പവിത്രമായതാണ്, അതിലേക്ക് നീ ഇടപെടാൻ പാടില്ല. ആ സമ്പത്തിൽ അന്യായമായ ഒരു മുസ്ലിമിന്റെ ഒരു രൂപ പോലും നിനക്കെടുക്കാൻ അവകാശമില്ല. അതിനർത്ഥം കാഫിറിൻ്റെത് എടുക്കാമെന്നല്ല. ദീനുൽ ഇസ്ലാം ലുൽമ ഒരാളോടും അനുവദിക്കുന്നില്ല. ദീനുൽ ഇസ്ലാം ലുൽമ ഒരാളോടും അനുവദിക്കുന്നില്ല, മുസ്ലിമിനോടും അനുവദിക്കുന്നില്ല, കാഫിറിനോടും അനുവദിക്കുന്നില്ല. ഒരു കാഫിറാണ് കച്ചവടത്തിന് വന്നതെങ്കിൽ അവനെ വഞ്ചിക്കാമെന്നാണ്? ഒരിക്കലുമല്ല. കാരണം ലുൽമ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഒരാളോടും ലുൽമ പാടില്ല, ഒരാളോടും ലുൽമ പാടില്ല. ഒരു നിലക്കുള്ള അന്യായം ഒരു മനുഷ്യനോടും നടത്താൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ അങ്ങനെയാണ്. അവിടെ ഒരാളോടും അക്രമം കാണിക്കാൻ പാടില്ല എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ടതാണ്. അതാരോടാണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുസ്ലിമിനോടുള്ള ബന്ധം അതൊന്നുകൂടി കൂടുന്നു, അതിൻ്റെ പവിത്രത കൂടുന്നു. എല്ലാവരുടെയും പോലെ അല്ല, മുസ്ലിമിനോടുള്ള ബന്ധം ഒന്നുകൂടി അതിൻ്റെ പവിത്രത കൂടുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാം. രക്തം പാടില്ല, അവൻ സമ്പത്ത് പാടില്ല, വഇർലുഹു, അവൻ്റെ അഭിമാനം, അല്ല അവൻ്റെ അഭിമാനത്തിൽപ്പെടുന്നതാണ് അവനെ കുറിച്ചിട്ട് അവന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക, അവൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുക, ഇതൊക്കെ അവൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമാണ്. ഇതൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന രൂപത്തിൽ മനസ്സിലാക്കാനും പറയുന്ന രൂപത്തിൽ ജീവിതത്തിൽ മാറ്റം വരുത്താനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.